ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 14-ാം അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 14. അവിടെ ദൈവം ഇസ്രായേൽ മക്കളെ കടലിന് നടുവിലൂടെ ഉണങ്ങിയ നിലത്തിലൂടെ അവരെ കടത്തി വിടുന്ന ആ ഒരു അത്ഭുതം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ മക്കളെല്ലാവരും ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴാണ് ഫറവോൻ്റെ മനസ്സ് കഠിനമായി മാറുന്നത്. ഇസ്രായേൽ മക്കൾ അടിമവേല ചെയ്തുകൊണ്ട് ഇസ്രായേൽ മക്കളെല്ലാം പോയല്ലോ എന്നുള്ളൊരു റിയലൈസേഷൻ അപ്പോഴാണ് തൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ തൻ്റെ പടയാളികളെ ഇവരെ പിടിക്കുവാനായിട്ട് അവരെ വിടുവാനായിട്ടായി തീർന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ കാണുമ്പോൾ അങ്ങ് ദൂരേനെ തന്നെ ഫറവോൻ്റെ പടയാളികൾ വരുന്നുണ്ടപ്പോൾ അവർ വളരെയധികം ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ടു. മോശയോട് പറഞ്ഞു, നീ എന്തിനാ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്? ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കുവാനായിട്ടാണോ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇതിലും നല്ലത് ഞങ്ങൾ അവിടെ പോയി അടിമകളായിട്ട് ജോലി ചെയ്യുന്നതായിരുന്നു എന്ന് പറഞ്ഞ് മോശയും ദൈവത്തെ അവിടെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ദൈവം പറയുന്ന ഒരു ആൻസറുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. അവരല്ല അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും, ഞാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും എന്നുള്ള ആ ഒരു കാര്യം ദൈവം അവിടെ പറയണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലോകത്ത് ജീവിക്കുന്ന പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾക്കത് ഓവർകം ചെയ്യാൻ തന്നെ ചിലപ്പോൾ ഭയങ്കര പാടായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കടന്നു പോയി എന്ന് വരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. നമ്മളുടെ ശക്തി കൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ ശരിയാക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കുകയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളായാലും അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് അവർക്ക് സംഭവിച്ചത്. അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആ കടലിനെ രണ്ടായിട്ട് വിഭജിച്ചു അവരെ ഉണങ്ങിയ നിലത്തൂടെ പോവാനിടയായി തീർന്നു. അതുപോലെ തന്നെ ഫറവോൻ്റെ ആ സൈന്യം അവരെ ഫോളോ ചെയ്ത് ഉണങ്ങിയ നിലത്തൂടെ വന്നപ്പോൾ മോശയോട് പറഞ്ഞു അതിനെ പഴയ സ്ഥിതിയിലാക്കുവാനായിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ആ പഴയ സ്ഥിതിയിലോട്ട് ആ വെള്ളം വരികയും അതുപോലെ അവരെല്ലാവരും മുങ്ങി അതിലായിപ്പോയി മരിച്ചു പോകുന്നതായിട്ടും നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷെ ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ളൊരു കാര്യം നമുക്കത് കാണാൻ സാധിക്കും. നമ്മളല്ല നമ്മുടെ പ്രശ്നങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മളല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. പകരം നമ്മൾ ദൈവത്തിന് ആ കാര്യത്തിൽ ഇടപെടാനായിട്ട് നമ്മൾ ദൈവത്തിന് ആ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലൊക്കെ ആ കാര്യങ്ങൾ കൊടുക്കുക. ദൈവം നമുക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യും എന്നുള്ളൊരു ചിന്ത നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.